ആലപ്പുഴയിൽ ചികിത്സാ പിഴവിലെ പരാതിയിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. ജനിതക വൈകല്യമുള്ള കുഞ്ഞ് ജനിച്ചത് ഗർഭകാല സ്കാനിങ്ങിലെ പിഴവാണെന്നാണ് പരാതി. കടപ്പുറം ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്കെതിരെയും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കെതിരെയുമാണ് കേസ്. ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, എന്താണ് പരാതി, എന്താണ് സംഭവം? കൃഷ്ണരാജ്, ആലപ്പുഴ സക്കറിയ ബസാർ സ്വദേശിയായ സുറുമി എന്ന യുവതി ജന്മം നൽകിയ കുഞ്ഞിന് അപൂർവമായ ജനിതക വൈകല്യങ്ങളുണ്ട് എന്ന പരാതിയിലാണ് ആലപ്പുഴ ഡിവൈഎസ്പി കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. സുറുമിയുടെ പരാതിയിൽ പറയുന്നത് തനിക്ക് ഗർഭകാല സ്കാനിങ് അതിന്റെ ഒരു ആദ്യഘട്ടം മുതൽ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ആ സ്കാനിംഗ് റിപ്പോർട്ടിലൊന്നും കുഞ്ഞിന് വൈകല്യമുണ്ട് എന്നതിന്റെ ചെറിയ സൂചന പോലും സുറുമിയെ ചികിത്സിച്ച ഡോക്ടർമാർ നൽകിയില്ല എന്നാണ് കടപ്പുറം WNC ആശുപത്രി കടപ്പുറത്തിലെ 2 ഡോക്ടർമാർ, ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷേർലി എന്നിവർക്കെതിരെയാണ് ഈ പരാതിയിൽ സുറുമി പറയുന്നത്. ഇവരും ഒപ്പം തന്നെ സ്വകാര്യ ലാബിലാണ് സ്കാനിങ്ങുകൾ നടത്തിയത്. ഈ സ്കാനിംഗ് റിപ്പോർട്ട് അവിടുത്തെ ഡോക്ടർമാർ കണ്ടതാണ്. സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കെതിരെയും ഒപ്പം തന്നെ കടപ്പുറം ആശുപത്രിയിലെ ഡോക്ടർ ഷേർലിക്കും പുഷ്പയ്ക്കുമെതിരെയാണ് ഈ പരാതിയിൽ സുറുമി പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് നടപടി എടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നത്. 26-നാണ് സുറുമി ആലപ്പുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. ഈ കുഞ്ഞിന് ജന്മം നൽകിയത് 18-ാം തീയതി രാത്രി 7 മണിയോടെയാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാണ് മാതാപിതാക്കളായ തങ്ങൾക്ക് കുഞ്ഞിന് ഇത്രമേൽ വൈകല്യമുണ്ട് എന്ന കാര്യം ബോധ്യമായത്. ആദ്യം കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് ഈ ഡോക്ടർമാർ പറഞ്ഞത്. കുഞ്ഞിനെയോ അമ്മയോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഡേറ്റ് ആകുന്നതിന് മുൻപ് തന്നെ സുറുമിക്ക് ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞാണ് ഈ ഡോക്ടർമാർ കുഞ്ഞിന്റെ പിതാവായ അനീഷിനോട് കുഞ്ഞിന് വളരെ വലിയ ഗുരുതരമായ ജനിതക വൈകല്യങ്ങളുണ്ട് എന്ന കാര്യം പറഞ്ഞത്. കുഞ്ഞിന്റെ കണ്ണുകൾ ശരിയായി കണ്ണിന്റെ സ്ഥാനത്തല്ല, ഒപ്പം തന്നെ ചെവിയും വായും ഒന്നും അതിൻ്റെതായ സ്ഥാനങ്ങളിലല്ല. കുഞ്ഞിന് ചെവി കേൾക്കില്ല, കണ്ണ് നേരെ നിൽക്കില്ല. അങ്ങനെ ഗുരുതരമായ ജനിതക വൈകല്യങ്ങളുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ മലർത്തിക്കിടത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ്. മലർത്തിക്കിടത്തിയാൽ ഈ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകുന്ന ഒരവസ്ഥ. അതുകൊണ്ട് കമഴ്ത്തിക്കിടത്തി മാത്രമേ കുഞ്ഞിന് എന്തെങ്കിലും ഭക്ഷണം പോലും നൽകാൻ കഴിയൂ എന്ന ഒരു പരാതിയാണ് സുറുമി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് തനിക്ക് ആദ്യഘട്ടം മുതൽ, ഗർഭകാലത്തിന്റെ ആദ്യഘട്ടം മുതൽ നടത്തിയ സ്കാനിങ്ങിൽ ഒരു തരത്തിലുള്ള വൈകല്യവും കുഞ്ഞിന് ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർമാർ സൂചന പോലും നൽകിയില്ല. ഈ കാരണം കൊണ്ടാണ് ഇത്തരത്തിലൊരു വളരെ വലിയ വൈകല്യം കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നത് എന്നും സുറുമി പരാതിയിൽ പറയുന്നുണ്ട്. തനിക്ക് 2 മക്കൾ ഉണ്ട്, പക്ഷെ അവർക്ക് 2 പേർക്കും ഒരു തരത്തിലുള്ള വൈകല്യവും ഇല്ലാത്ത കുട്ടികളാണ്. ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്നതെന്നുമാണ് ഈ അമ്മയായ സുറുമി പരാതിയിൽ പറയുന്നത്. ഈ ഒരു പരാതിയിൽ ആലപ്പുഴ ഡിവൈഎസ്പി നടത്തിയ അന്വേഷണവും ഒപ്പം തന്നെ ഇവർ നൽകിയ റിപ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ച് ഡോക്ടർമാരുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞ ശേഷമാണ് ഈ ഡോക്ടർ പുഷ്പയ്ക്കും ഷേർലിക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കെതിരെയും ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഈ 2 ഡോക്ടർമാർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു സുറുമി ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഒന്ന്, സ്വകാര്യ ലാബിലെ സ്കാനിംഗ് ഉറപ്പായും അവിടെ നടക്കുന്ന സ്കാനിങ്ങിൻ്റെ ഫലം അവിടെ ഉണ്ടാകുന്ന ഉത്തരവാദിത്വപ്പെട്ട ഡോക്ടർമാർക്കോ മറ്റുള്ളവർക്കോ അറിയാനാകും. അവിടെ നിന്നും അറിയിച്ചില്ല. ആശുപത്രിയിലെത്തിയപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറും ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ട് അറിയിച്ചില്ല. അതുകൊണ്ടാകുമല്ലേ ഈ 2 ഇടത്തെയും ഡോക്ടർമാർക്കെതിരെ കേസെടുത്തത്? കൃഷ്ണരാജ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഒരു ഗർഭകാല സ്കാനിങ്ങിന്റെ ഏത് ഘട്ടം മുതലാണോ സ്കാനിംഗ് തുടങ്ങുന്നത് ആ സമയത്ത് തന്നെ ഡോക്ടർമാർ അല്ലെങ്കിൽ ഈ സ്വകാര്യ ലാബിൽ 2 ലാബുകൾക്കെതിരെയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ലാബിലെ 2 ഡോക്ടർമാരുണ്ട്. അവർക്കും ഇത്തരത്തിൽ ഏതെങ്കിലും ഈ ആദ്യം മുതൽ തന്നെ നടത്തിയ സ്കാനിങ്ങിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനിതക വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ആ സ്കാനിംഗ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നതാണ്. ഈ സ്കാനിംഗ് റിപ്പോർട്ട് ഇവർ ശരിയായ രീതിയിൽ പരിശോധിച്ചില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വൈകല്യം കുഞ്ഞിനുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മനസ്സിലാക്കിയെങ്കിൽ പോലും ഇത് മാതാപിതാക്കളെ അറിയിച്ചില്ല എന്നുള്ള ഗുരുതരമായ ഒരു പരാതിയായിരുന്നു സുറുമി പറഞ്ഞിരുന്നത്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. കാരണം ഈ ഡിവൈഎസ്പി നടത്തിയ അന്വേഷണം എന്ന് പറയുന്നത് മറ്റു ഡോക്ടർമാരോടൊക്കെ അഭിപ്രായം അറിഞ്ഞ ശേഷമാണ് ഈ സ്കാനിംഗ് റിപ്പോർട്ടുകൾ സഹിതം ഇവർ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം നടത്തിയത്. ഈ കൃത്യമായി സ്കാനിംഗ് റിപ്പോർട്ടിൽ കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായി ഈ മാതാപിതാക്കൾ ഇക്കാര്യം അറിയിച്ചില്ല. അതായിരുന്നു വലിയ ഒരു വീഴ്ച. നമുക്കറിയാം
ഏതെങ്കിലും തരത്തിലുള്ള ജനിതക വൈകല്യങ്ങൾ കുട്ടിക്കുണ്ട് എങ്കിൽ ഇത് ഗർഭകാലത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഏതെങ്കിലും രീതിയിൽ ഉള്ള നടപടികളിലേക്കൊക്കെ പോകാനായിട്ട് ഡോക്ടർമാർക്ക് സാധിക്കും. പക്ഷെ അതിനൊന്നുമുള്ള ഒരു അവസരം ഇവർക്ക് ഉണ്ടായില്ല എന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ വലിയ അപൂർവമായ ജനിതക വൈകല്യം എന്നാണ് ഈ ഡോക്ടർ തന്നെ ഇതിനെ പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജനിതക വൈകല്യം കുഞ്ഞിന് ജന്മം നൽകേണ്ടി വന്ന ഒരു അമ്മയുടെ പരാതിയായിരുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഡിവൈഎസ്പിക്ക് കിട്ടിയത്. ഈ കുഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെ, പക്ഷെ ഒരു രീതിയിലും ഇവർക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ കഴിയുന്നില്ല, കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല, കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും അമ്മയ്ക്ക് കഴിയാത്ത ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലായിരുന്നു അത്തരത്തിൽ ഈ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സുറുമി പരാതി നൽകിയിട്ടുള്ളത്. സുറുമിയുടെ മറ്റു കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഇല്ല എന്നുള്ള കാര്യം പോലും ഈ ഡോക്ടർമാർ അവസാന ഘട്ടം, അതായത് ഈ കുഞ്ഞിനെ അവസാനം ശസ്ത്രക്രിയയിലൂടെയാണ് ഈ കുട്ടിയെ പുറത്തെടുക്കുന്നത്. ആ ഒരു സമയം തന്റെ കുടുംബകാര്യങ്ങൾ തനിക്കുള്ള 2 മക്കൾക്ക് ഏതെങ്കിലും രീതിയിൽ വൈകല്യങ്ങളുണ്ടോ എന്നൊക്കെ ഡോക്ടർമാർ ചോദിച്ചു എന്നാണ് സുറുമിയുടെ ഭർത്താവ് അനീഷ് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വൈകല്യങ്ങളൊന്നും കുഞ്ഞിന് ഇല്ല എന്ന് ഈ ഡോക്ടർമാർ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കി, ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി. ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും അത്തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ പേര് പറഞ്ഞ് ഒഴിവാക്കാനായിരുന്നു എന്നാണ് അനീഷ് പറയുന്നത്. എന്തായാലും ആ രീതിയിലുള്ള വൈകല്യങ്ങളൊന്നും ഇവരുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു പരാതി ഒരു അടിസ്ഥാനത്തിൽ ഡോക്ടർമാരുടെ പിഴവ് കൊണ്ട് അല്ലെങ്കിൽ സ്കാനിംഗ് റിപ്പോർട്ട് ആദ്യം മുതൽ തന്നെ പരിശോധിക്കുന്നതിലുണ്ടായ വീഴ്ച കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അപൂർവമായ ജനിതക വൈകല്യമുള്ള ഒരു കുഞ്ഞ് യുവതി ജന്മം നൽകേണ്ടി വന്നതെന്നുള്ള ഒരു കാര്യം പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കെതിരെയും ഒപ്പം തന്നെ കടപ്പുറം ആശുപത്രിയിലെ ഡോക്ടർ ഷേർലിക്കും പുഷ്പയ്ക്കുമെതിരെയും ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സൗത്ത് പോലീസ് ആണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. കൃഷ്ണരാജ്. നിഷ, ഗർഭകാലം, അമ്മയാകാനുള്ള ആ ഒരു സ്വപ്നം, ഇതൊക്കെയും മനസ്സിലാക്കാത്ത, തിരിച്ചറിയാത്ത, ഇതിനൊന്നിനും വില കൽപ്പിക്കാത്ത ആശുപത്രി സംവിധാനങ്ങളിലേക്ക്, ആരോഗ്യ സംവിധാനങ്ങളിലേക്കല്ലേ ഈ വലിയ അപാകത, വീഴ്ച വിരൽ ചൂണ്ടുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആലപ്പുഴ കടപ്പുറം ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല. വളരെ വലിയ പരാതികൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഉയരുന്ന ഒരു ആശുപത്രിയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു യുവതി ഇതുപോലെ ഇങ്ങനെ പ്രസവം ശസ്ത്രക്രിയക്കായി ചെന്നു. അന്നും ഇതുപോലെ അവിടുത്തെ അനസ്തേഷ്യ ഡോക്ടർക്ക് സംഭവിച്ച ഒരു പിഴവിനെ തുടർന്ന് വളരെ പെട്ടെന്ന് നടത്തിപ്പോകാവുന്ന ഒരു സർജറിക്ക് വിധേയയായ യുവതി ആശുപത്രിയിൽ വെച്ച് മരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അതിൽ പോലും യാതൊരു നടപടിയും എടുത്തില്ല. അന്നും അതിന് കാരണക്കാരനായ ഡോക്ടർക്കെതിരെ നടപടി, സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയെങ്കിലും വീണ്ടും തിരികെ ആ ഡോക്ടറെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുപോലെ തന്നെ പല കുഞ്ഞുങ്ങൾ പ്രസവത്തോടു കൂടി കുഞ്ഞ് മരിക്കുന്നു, അമ്മ മരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കടപ്പുറം ആശുപത്രിയിൽ ഉണ്ടാകുന്നത് സ്ഥിരം സംഭവമാണ്. പക്ഷേ ഈ ഗുരുതരമായി വീഴ്ച വരുത്തിയ ഡോക്ടർമാർക്ക് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഈ ഇരകളായ ആളുകൾ പറയുന്നത് അനുസരിച്ച് ഡോക്ടർമാർക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കുന്നത് ഡോക്ടർമാർ തന്നെയാണ്. അപ്പോൾ ഇരകളായ ആളുകൾക്ക് ഒരു തരത്തിലും നീതി ലഭിക്കില്ല എന്നൊരു കാര്യവും ഈ ഇരകളായ ആളുകൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കടപ്പുറത്തെ ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. കടപ്പുറം ആശുപത്രിയിൽ മാത്രമല്ല, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടക്കം ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്ന വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇത്തരത്തിൽ ഈ സുറമി അനീഷ് ദമ്പതികൾക്കുണ്ടായ ആ ഒരു ദുരനുഭവം. എന്തായാലും ഈ കുഞ്ഞ് അപൂർവമായ ജനിതക വൈകല്യമുള്ള കുഞ്ഞിനെ ഏത് രീതിയിൽ ഈ കുഞ്ഞിനെ പരിചരിക്കും, എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലാണ് ഇവർ. ശരി, ആലപ്പുഴയിൽ ചികിത്സാ പിഴവിലെ പരാതിയിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. ജനിതക വൈകല്യമുള്ള കുഞ്ഞു ജനിച്ചത് ഗർഭകാല സ്കാനിങ്ങിലെ പിഴവ് കാരണമാണെന്നാണ് പരാതി. കടപ്പുറം ആശുപത്രിയിലെ 2 ഡോക്ടർമാർ, ഒപ്പം സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കെതിരെയുമാണ് കേസെടുത്തത്. അന്വേഷണം തുടരുന്നു. ഗുരുതരമായ കൃത്യവിലോപം, വീഴ്ച, പിഴവ് ആണ് ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലും സ്വകാര്യ ലാബിലുമായി സംഭവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.